എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ഡെസിമൽ നമ്പേഴ്സ് അതായത് രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ഒരു ഡെസിമൽ നമ്പറിൽ നിന്ന് മറ്റൊരു ഡെസിമൽ നമ്പർ എങ്ങനെയാണ് കുറയ്ക്കുക അതായത് ഒരു ദശാംശ സംഖ്യയിൽ നിന്ന് മറ്റൊരു ദശാംശ സംഖ്യ എങ്ങനെയാണ് കുറയ്ക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഈ ഭാഗത്ത് നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ആദ്യം ഒരു ചെറിയൊരു ഉദാഹരണം. ഇപ്പം ഇത് നമുക്കറിയാം, ഈർക്കിലി നമുക്കറിയാം ഓലയുടെ തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിലി. ഇത് ഇത്ര നീളമുള്ള ഒരു ഈർക്കിലി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം ഒരു 8.5 സെൻറ്റിമീറ്റർ ആണ് ഈ ഈർക്കിലിയുടെ നീളം. ഓക്കെ, അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു കഷ്ണം കൂടെ ഒടിച്ചിട്ട് ഒരു കഷ്ണം കളഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒടിച്ചു, ഇവിടെ ഞാനിങ്ങനെ ഒടിച്ച് കളഞ്ഞു. അപ്പോൾ ഈ ഒടിച്ച് കളഞ്ഞ കഷ്ണത്തിൻ്റെ നീളം ഒരു 3.2 സെൻറ്റിമീറ്റർ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടം മുതൽ ഇവിടം വരെ ബാക്കിയുള്ള ഭാഗം അപ്പോൾ ഇതിൻ്റെ നീളം എത്രയായിരിക്കും? ഇത്രയും ഭാഗത്തിൻ്റെ ഈ കഷ്ണത്തിൻ്റെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും എന്ത് ചെയ്താൽ മതി? മൊത്തം നീളം ഇത്രയാണ്, അതിൽ നിന്ന് ഈ ഒടിച്ച് കളഞ്ഞ ഈ പീസിൻ്റെ നീളം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? നമുക്ക് ഇത്ര നീളം കിട്ടും അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഇതെന്താണ്? ഇവിടെ 85 32 ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യായിരുന്നു അല്ലെങ്കിൽ 8 3 ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ എന്താ? ഇവിടെ ഒരു ഡെസിമൽ നമ്പർ വന്നു. ഇതാണ് നമ്മുടെ വിഷയം പക്ഷേ ഇപ്പം നമുക്കതൊരു വിഷയമില്ല. കാരണം എന്താ? നമ്മൾ ആഡ് ചെയ്യൽ പഠിച്ചു കഴിഞ്ഞു. ഇനി അതെങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ആഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാനും വേണ്ടത്. അപ്പം നോക്കിയേ, നമുക്ക് 8.5 ഇങ്ങനെ എഴുതി അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 3.2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്? പോയിന്റുകൾ എപ്പോഴും അടിയിൽ വരണം ഒന്നിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും അടുത്തതിൻ്റെ പോയിന്റ്. അപ്പോൾ 8.5 നിന്ന് 3.2 കുറയ്ക്കുമ്പോൾ എന്ത് വരണം? പോയിന്റ് ഇവിടെ വരണം. ഇനി എന്ത് വരും? 3.2 നമുക്കറിയാം, എങ്കിൽ മാത്രമേ വൺസിൻ്റെ അടിയിൽ വൺസ് വരണം അല്ലെങ്കിൽ ടെൻസിൻ്റെ അടിയിൽ ടെൻസ് വരണം, 10-1 അടിയിൽ 10-1 ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് മൈനസ് ചെയ്യാം. 5-ൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3, 8-ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 5 അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5.3. അപ്പോൾ 5.3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഇനി മറ്റൊരു ചോദ്യം നോക്കിയാൽ, ഒരു ചാക്ക്, ആ ചാക്കിൽ കുറച്ച് അരിയുണ്ട്, അതായത് ഒരു 15 കിലോ അരിയുണ്ട്. ആ ചാക്കിൽ 15 കിലോ റൈസ് അരിയുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു 4.2 കിലോ അരി, 4.25 കിലോ അരി എന്ത് ചെയ്തു? ഉപയോഗിച്ചു അപ്പോൾ മൊത്തം ഇത്ര അരി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 4.25 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ഇനി ബാക്കി ചാക്കിൽ എത്ര അരി ഉണ്ടായിരിക്കും? നമുക്കറിയാം, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി എന്നറിയാം അപ്പോൾ എങ്ങനെ നമുക്ക് കുറയ്ക്കുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറയ്ക്കുക. അപ്പോൾ എന്ത് വേണം? നമ്മൾ 15 എഴുതി അപ്പോൾ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 4.25 അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ദശാംശ സംഖ്യ അല്ല, ഇത് ഡെസിമൽ നമ്പർ അല്ല പക്ഷേ നമുക്കറിയാം, നമുക്കിനി കുറയ്ക്കേണ്ടത് എന്താണ്? ഒരു ഡെസിമൽ നമ്പറിനാണ് നമുക്ക് കുറയ്ക്കേണ്ടത് 4.25 കുറയ്ക്കേണ്ടത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഈ 15 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 2 എണ്ണം അപ്പോൾ 2 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം, ഈ പോയിന്റ് കഴിഞ്ഞാൽ 0 ഇട്ട് അതിലൊരു വാല്യൂ ഇല്ല. 15.00 എന്ന് പറഞ്ഞാലും 15 എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ നമുക്ക് കുറയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? 15 കഴിഞ്ഞിട്ട് 2 പോയിന്റ് അങ്ങോട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്ത് 2 0 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എഴുതാൻ എളുപ്പമാണ്. നോക്കിയാൽ 4.25 അപ്പോൾ പോയിന്റിൻ്റെ അടിയിൽ പോയിന്റ് വരണം. ഇനി 4 ഇവിടെ എഴുതി 4.25 കണ്ടാ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കുറയ്ക്കാലോ. ഇനി കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നോക്കിയാൽ, ഇവിടെ 0 ആണ് 0-ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നാം എന്ത് ചെയ്യും? കടം വാങ്ങും കടം വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ട്. എങ്ങനെ കടം വാങ്ങാം? ഇവിടെ നിന്ന് നമ്മൾ 1 കടം വാങ്ങും. പക്ഷേ ഇവിടെ തരാനുണ്ടാ? ഇവരുടെ കയ്യിലും ഇല്ല. അപ്പോൾ ഇവനെന്ത് ചെയ്യണം? ഇപ്പുറത്തുനിന്ന് കടം വാങ്ങേണ്ടി വരും അപ്പോൾ ഇപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്തു? ഒരെണ്ണത്ത് കൊടുത്തു. അപ്പോൾ ഇയാളിൽ നിന്ന് 1 കൊടുത്ത് അവിടെ എന്തായി? 5 എന്നുള്ള എന്തായി മാറി? 4 മാറി അപ്പോൾ ഇവൻ 4. അപ്പോൾ ഇവിടെ കിട്ടിയപ്പോൾ ഇവൻ എത്രയായി? ഇവൻ 1 കിട്ടിയപ്പോൾ 10 10 10 1 0 10 10 അതിൽ നിന്നല്ല 1 ഇവന് കൊടുത്തത്. അപ്പോൾ 10-ൽ നിന്ന് 1 കൊടുത്ത ഇവൻ എത്രയായി? 9 ഇത് 9. പിന്നെ ഇവിടെ എത്രയായപ്പോൾ? ഇവിടെ 10. ഈ 1 ഇവിടെ കിട്ടിയപ്പോൾ ഇവിടെ 10. അപ്പോൾ എങ്ങനെ മാറി? ഇവിടെ 4 9 10. ഇനി നമുക്ക് എളുപ്പം കുറയ്ക്കാലോ 10-ൽ നിന്ന് 5 കുറച്ചാൽ 5, 9-ൽ നിന്ന് 2 കുറച്ചാൽ 7, 4-ൽ നിന്ന് 4 കുറച്ചാൽ 0, പിന്നെ 1.
അപ്പോൾ ചില കുട്ടികൾ പറയും ഇപ്പോൾ 10-ൽ നിന്ന് 5 കുറയ്ക്കുന്നതിന് പകരം 5 10 അല്ലേ? അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൂട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ 5 10 5, 2 9 7, 4 4 0 അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അതേ രൂപയിൽ തന്നെ തെറ്റാതെ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയാലോ? ബാക്കി ചാക്കിൽ എത്ര അരി ഉണ്ടായിരിക്കും? 10.75 കിലോഗ്രാം അരി ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 82 82 എടുക്കുക. അതിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഫ്രം എ റോഡ് 14.7 meters long, a piece 7.75 meter long is cut off അല്ലേ? അതായത് ഒരു കമ്പിയുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. 14.7 മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു മാറ്റി അല്ലേ? അതിന് നീളം തന്നിട്ടുണ്ടല്ലോ 7.75 മീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ചു മാറ്റി. നാം നേരത്തെ ഈർക്കിലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അല്ലേ? ഇനി വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി റിമൈനിങ് പീസ്? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പീസിന്റെ നീളം എത്ര? നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അല്ലേ? എന്തും ചെയ്താൽ മതി, മൊത്തം നീളത്തിൽ നിന്ന് ആ മുറിച്ചു മാറ്റിയ കഷ്ണത്തിന് നീളം നമുക്ക് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ലെങ്ത് ഓഫ് ദി റോഡ് അല്ലേ? ടോട്ടൽ ലെങ്ത് ഓഫ് ദി റോഡ്, അതായത് കമ്പിയുടെ ആകെ നീളം എത്രയാണ്? ആകെ നീളം 14.7 മീറ്റർ. ഓക്കെ, ഇനി മുറിച്ചു മാറ്റിയ കഷ്ണത്തിന്റെ നീളം അല്ലേ? ലെങ്ത് ഓഫ് കട്ട് ഓഫ് റോഡ് അല്ലേ? കട്ട് ഓഫ് മുറിച്ചു മാറ്റിയ കഷ്ണം അല്ലെ? കട്ട് ഓഫ് റോഡ്. അപ്പോൾ മുറിച്ചു മാറ്റിയ കഷ്ണത്തിന്റെ നീളം എത്രയാണ്? മുറിച്ചു മാറ്റിയ കഷ്ണത്തിന്റെ നീളം 7.75 മീറ്റർ. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്, അതായത് ബാക്കിയുള്ള കഷ്ണത്തിന്റെ നീളം. എന്ത് ചെയ്യണം നമ്മൾ? നമുക്കറിയാം 14.7 നിന്ന് എത്ര കുറയ്ക്കണം? 7.75 മൈനസ് ചെയ്യണം. അപ്പോൾ നാം പറഞ്ഞു നമ്മൾ ആഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യം ചെയ്തു അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതും? 14.7 എന്ന് എഴുതി. ഇനി എന്ത് കുറയ്ക്കണം? 7 അല്ലേ? അപ്പോൾ ഇവിടെ പോയിന്റിന്റെ അടിയിൽ തന്നെ പോയിന്റ് വരണം. അപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ടു. ഇനി നോക്കിയാൽ 7 അപ്പോൾ 7 ഇവിടെ എഴുതി. 7.75 അപ്പോൾ 7.5 ഇവിടെ വന്നു അല്ലേ? ഇവിടെ നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ട് അല്ലേ? അപ്പോൾ നാം ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കുക. 0ന് വാല്യൂ ഇല്ല, പക്ഷെ നമുക്ക് തെറ്റാതെ ചെയ്യാൻ വേണ്ടി നമ്മൾ 0 ചേർത്ത് കൊടുത്തു വെറുതെ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് കുറച്ച് നോക്കിയാൽ മൈനസ് ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് 0-ൽ നിന്ന് 5 കുറയ്ക്കണം അല്ലേ? അപ്പോൾ നമുക്കറിയാം കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നാം എന്ത് ചെയ്യും? ഇപ്പുറത്തുനിന്ന് കടം വാങ്ങും. അപ്പോൾ ഈ 7 എന്ത് ചെയ്തു? ഒരാളെ കടം കൊടുത്തു അല്ലേ? അപ്പോൾ കടം കൊടുത്തു. അപ്പോൾ 7 എന്തായി മാറി? 6 മാറി. ഇവിടെ കിട്ടിയാൽ എന്ത് വന്നു? ഇവിടെ 1 കിട്ടിയപ്പോൾ 10 മാറി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് 10-ൽ നിന്ന് 5 കുറയ്ക്കാം. എത്ര കിട്ടി? 5 അല്ലേ? അല്ലെങ്കിൽ 5 10 അങ്ങനെയും ചെയ്യും അല്ലേ? അപ്പോൾ 5 10 അല്ലെങ്കിൽ 10-ൽ നിന്ന് 5 കുറച്ചാൽ 5. ഇനി നമുക്ക് നോക്കിയാൽ ഇനി ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്? 6-ൽ നിന്ന് 7 കുറയ്ക്കണം അല്ലേ? അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പോൾ എന്ത് വേണ്ടി വരും? അപ്പോൾ 6കാരൻ 1 ഇപ്പുറത്തുനിന്ന് കടം വാങ്ങേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നിന്ന് 1 കടം വാങ്ങണം. അപ്പോൾ ഈ 4-ൽ നിന്ന് 1 കടം കൊടുത്തു അല്ലേ? അപ്പോൾ 4 എത്രയായി മാറി? 3 മാറി അല്ലേ? 3 മാറി. ഇവിടെ എത്രയായി? ഇവിടെ 16 1 കിട്ടിയപ്പോൾ ഇവിടെ 16. അപ്പോൾ ഇനി 16-ൽ നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടും? 9 അല്ലേ? അല്ലെങ്കിൽ 7 16 9. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ 7 ഇവിടെ 3 അല്ലേ? ഇവിടെ 1 ഉണ്ട് അല്ലേ? അപ്പോൾ അതായത് ഇവിടെ 13. അപ്പോൾ ഈ 1 ഇതിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 13 അല്ലേ? അല്ലെങ്കിൽ ഇവിടെ കടം വാങ്ങി വിചാരിച്ചോ, കടം വാങ്ങി അപ്പോൾ ഇവിടെ 13 അല്ലേ? അപ്പോൾ ഈ 1 ഇനി ഇവിടെ ഇല്ല. അപ്പോൾ 13-ൽ നിന്ന് 7 കുറച്ചാൽ എത്ര വരും? 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 14.70-ൽ നിന്ന് 7.75 കുറച്ചാൽ 6.95. അപ്പോൾ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ദി റിമൈനിങ് പീസ് അല്ലേ? 14.7 മൈനസ് 7.75 ഈക്വൽ ടു 6.95 മീറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. There was 38.7 kilograms of rice in a sack and 12.350 kilograms of this is used up. അല്ലെ, ഒരു ചാക്കിൽ 38.7 കിലോഗ്രാം അരി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര ഉപയോഗിച്ചു? 12.35 അല്ലെ, അല്ലെങ്കിൽ 350 കിലോഗ്രാം അരി അതിൽ നിന്ന് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് റൈസ് റിമൈൻസ് ഇൻ ദ സാക്ക്? ഈ ചാക്കിൽ ബാക്കി എത്ര അരി ഉണ്ടാകും? ഇതാണ് ചോദ്യം അല്ലെ. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ തന്നെ ചോദ്യം. ഇവിടെ അരി അല്ലെങ്കിൽ കമ്പി ഇങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആദ്യം ക്വാണ്ടിറ്റി ഓഫ് റൈസ് അല്ലെ, അങ്ങനെ എഴുതാം.
ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ ദി സാക്ക് അതായത് ചാക്കിലുള്ള അരിയുടെ അളവ് അല്ലേ? എത്ര അരി ഉണ്ടായിരുന്നു? 38.7 കിലോഗ്രാം അരിയാണ് ചാക്കിലുണ്ടായിരുന്നത് അല്ലേ? ഇനി നമുക്ക് എന്ത് എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇതേപോലെ എഴുതാം. ക്വാണ്ടിറ്റി ഓഫ് റൈസ് യൂസ്ഡ് അപ്പ് അതായത് ഉപയോഗിച്ച അരിയുടെ അളവ് എത്ര അരി ഉപയോഗിച്ചു? 12.350 കിലോഗ്രാം അരി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? ക്വാണ്ടിറ്റി ഓഫ് റൈസ് റിമൈനിങ് അതായത് ചാക്കിൽ ബാക്കിയുള്ള അരിയുടെ അളവ് അല്ലെ? ബാക്കിയുള്ള അരിയുടെ അളവ് എന്ത് ചെയ്താൽ മതി? നമുക്ക് 38.7 നിന്ന് 12.350 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ കുറച്ച് നോക്കാം. 38.7 അതിൽ നിന്ന് കുറയ്ക്കണം 12 അല്ലേ? പോയിന്റ് കറക്റ്റ് ആയിട്ട് അടിയിൽ വന്നു, ഇതിൻ്റെ അടിയിൽ പോയിന്റ് വന്നു, ഇനി 12. അപ്പോൾ 12 അല്ലേ? 12.350. ഇവിടെ നാം എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയാൽ ഇവിടെ അല്ലേ? ഇവിടെ ഒരു സ്ഥാനമുള്ളൂ. അപ്പോൾ നമുക്ക് 2 0 അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, തെറ്റാതിരിക്കാൻ. ഓക്കെ, ഇനി കുറയ്ക്കാൻ പോണ്. ഇവിടെ 0 അല്ലേ? 0 നിന്ന് 0 പോയാൽ 0, കുറച്ച് കഴിഞ്ഞാൽ 0. ഇവിടെ 0 നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നാം എന്ത് വേണം? ഇവിടെ നിന്ന് ഒരാൾ കടം വാങ്ങണം അല്ലേ? കടം വാങ്ങുമ്പോൾ ഇവിടെ എത്രയായി? 10 മാറി. ഈ 0 എന്നുള്ളത് 10. അപ്പോൾ ഈ 7 എന്തായി മാറി? ഒരാൾ കൊടുത്തില്ലേ? അപ്പോൾ 7 6. ശരിയല്ലോ? ഓക്കെ, ഇനി 10 നിന്ന് 5 കുറച്ചാൽ, അല്ലെങ്കിൽ 5 10 ആവാൻ എത്ര വേണം? 5. ഇനി 6 നിന്ന് 3 കുറച്ചാൽ എത്ര വരും? 3. അപ്പോൾ അത് ഓക്കെ അല്ലേ? ഇനി നമുക്ക് പോയിന്റ് ഇവിടെ ഇട്ടു. ഇനി 8 നിന്ന് 2 കുറച്ചാൽ 6, 3 നിന്ന് 1 കുറച്ചാൽ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്വാണ്ടിറ്റി ഓഫ് റൈസ് റിമൈനിങ് അല്ലേ? ബാക്കിയുള്ള അരിയുടെ അളവ് എത്ര അരി ഉണ്ടായിരുന്നു? 26.350. അത്ര കിലോഗ്രാം അരി ഇനി ചാക്കിൽ ബാക്കിയുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 24 സെന്റിമീറ്റർ ആൻഡ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 6.4 സെന്റിമീറ്റർ. ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് അല്ലെ? അപ്പോൾ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 6.4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി അതർ സൈഡ്? മറ്റേ സൈഡിന്റെ നീളം എത്രയാണ്? അപ്പൊ നമുക്കറിയാം ഒരു ചതുരം എന്ന് പറഞ്ഞാൽ അല്ലേ? ചതുരം എന്ന് പറഞ്ഞാൽ 4 സൈഡ് ഉണ്ടായിരിക്കും. അതിൽ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ ഇതിന്റെ നീളം ഈക്വൽ ആയിരിക്കും, ഇതിന്റെ നീളം ഈക്വൽ ആയിരിക്കും. ഇതാണ് ചതുരം. അതിന്റെ പെരിമീറ്റർ അല്ലെ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. ചുറ്റളവ് എന്ന് എഴുതാം. ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 24 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 24 സെന്റിമീറ്റർ ആണ് ചുറ്റളവ്. ഈ ചുറ്റളവ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് ഈ 4 സൈഡുകളും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന അളവാണ് ചുറ്റളവ് അല്ലേ? അപ്പൊ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. നമുക്കറിയാം അല്ലെ? ഇത് ഈ 2 വശവും ഈക്വലാണ്, ഇത് 2 വശവും ഈക്വലാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ നീളം പിന്നെ ഈ നീളം പിന്നെ ഈ നീളം അല്ലെ? ഇത് 4ഉം കൂടി കൂട്ടുന്നതാണല്ലോ ചുറ്റളവ് അല്ലെ? അപ്പൊ നമുക്ക് ലെങ്ത് പ്ലസ് ഈ വീതി ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതി. അപ്പൊ നീളം പ്ലസ് വീതി പ്ലസ് ഇനി നീളം വേണം അല്ലെ? പ്ലസ് നീളം പ്ലസ് ഈ വീതി അല്ലെ? ബ്രെഡ്ത്ത്. അപ്പൊ നീളം പ്ലസ് വീതി പ്ലസ് നീളം പ്ലസ് വീതി അല്ലെ? നീളം പ്ലസ് വീതി പ്ലസ് നീളം പ്ലസ് വീതി ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്ന് പറഞ്ഞത്? 24 കിട്ടും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയാൽ 2 നീളവും ഉണ്ട് 2 വീതിയും ഉണ്ട് അല്ലെ? അപ്പൊ 2 നീളവും 2 വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 24. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നീളവും ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 2 നീളവും 2 വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് 24 അല്ലെ? അപ്പൊ നമ്മൾ ഒരു നീളം എടുക്കണുള്ളൂ, പിന്നെ ഒരു വീതി എടുക്കണുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര വരും? ഇതിന്റെ പകുതി വരും അല്ലേ? അപ്പൊ 24ന്റെ പകുതി ആയിരിക്കും അല്ലെ? അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അളവ് എത്ര ആയിരിക്കും? 12 ആയിരിക്കും അല്ലെ? അതിന്റെ പകുതി, അതായത് ഒരു നീളവും ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ലെങ്ത് നീളവും വീതിയും ബ്രെഡ്ത്ത്
ബ്രെഡ്ത്ത് എന്താ വീതി അല്ലേ. അപ്പോൾ നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നമുക്ക്? 24. പകുതി അല്ലേ. 24 പകുതി കിട്ടണം. 24 പകുതി എത്രയാണ്? 12. ഇനി നമുക്ക് ലെങ്ത്, ഒരു നീളം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് തന്നിട്ടുള്ളത്? 6.4 അല്ലെ. ഒരു നീളം നമുക്ക് തന്നിട്ടുണ്ട്. വീതി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് ഒരു വശം, അല്ലെങ്കിൽ ലെങ്ത് 6.4. ഇവിടെ വൺ സൈഡ്, ഒരു സൈഡിൽ നിന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അല്ലാതെ നമ്മൾ ലെങ്ത് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ലെങ്ത് ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 6.4. അങ്ങനെയാണെങ്കിൽ ഈ വീതി എത്ര വരും? നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 12 അല്ലേ. അപ്പോൾ വീതി എത്ര വരും? വീതി ബ്രെഡ്ത്ത് എത്ര വരും? നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാലാണ് 12 കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നീളം 6.4 ആണെങ്കിൽ വീതി എത്ര വരും? 12-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 6.4 കുറയ്ക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 12-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 6.4 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ പോയിന്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു ഡിജിറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു 0 ഇട്ട് കൊടുക്കാം. അതിന് വ്യത്യാസമൊന്നുമില്ല അല്ലേ, വാല്യൂല് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 6.4. 6 പോയിന്റ് ഇവിടെ ഇട്ട് 6 ഇതിൻ്റെ ഇടയിൽ 6 എഴുതി 6.4. ഇനി നോക്കിയാൽ ഇവിടെ 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് കടം വാങ്ങേണ്ടി വരും. ഒരാളെ കടം വാങ്ങി അല്ലേ. അപ്പോൾ ഇവിടെ 2, അപ്പോൾ 2 എന്തായി മാറി? 1 മാറി. അപ്പോൾ ഇവിടെ 0 എന്നുള്ളത് 10 ഓക്കെ ആണല്ലോ. ഇനി 10-ൽ നിന്ന് 4 കുറച്ചാൽ 6.2. ഇവിടെ 1 അല്ലേ. അപ്പോൾ നമ്മൾ ഈ 1-നെയും കൂടി കൂട്ടിപ്പിടിച്ചു. അപ്പോൾ എന്ത് വരും? ഇവിടെ 11 അല്ലേ. അപ്പോൾ 11-ൽ നിന്ന് 6 കുറച്ച് ബാക്കി എന്ത് വരും? 5. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി 5.6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. There was 2.50 liters of oil in a bottle and 0.475 liters of this was used for cooking അല്ലേ. അതായത് ഒരു ബോട്ടിൽ എത്ര ഓയിൽ ഉണ്ട്? 2.50 ലിറ്റർ ഓയിൽ ഉണ്ട്. അതിൽ നിന്ന് 0.475 ലിറ്റർ ഉപയോഗിച്ചു അല്ലെ, കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു, പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഓയിൽ ഈസ് ലെഫ്റ്റ്? ബാക്കി എത്ര ഓയിൽ ആ ബോട്ടിലുണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കിപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റുമല്ലേ. അപ്പോൾ നാം എന്ത് എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇൻ ദി ബോട്ടിൽ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇൻ ദി ബോട്ടിൽ അല്ലെ. അതായത് ബോട്ടിലുള്ള ഓയിലിൻ്റെ അളവ്, വെളിച്ചെണ്ണയുടെ അളവ് എത്രയാണ്? 2.50 ലിറ്റർ. ഇനി എന്താണ് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇതേപോലെ തന്നെ എഴുതാം. ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ യൂസ്ഡ് അല്ലേ. ഫോർ കുക്കിംഗ് എന്ന് വേണമെങ്കിൽ അതും കൂടി എഴുതിക്കോ. ഫോർ കുക്കിംഗ് അതായത് ഉപയോഗിച്ച വെളിച്ചെണ്ണയുടെ അളവ് എത്രയാണ് ഉപയോഗിച്ചത്? 0.475 അല്ലേ. 475 ലിറ്റർ. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഓയിലിൻ്റെ അളവ് എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ലെഫ്റ്റ് അതായത് ബാക്കിയുള്ള ഓയിലിൻ്റെ അളവ് എന്ത് ചെയ്യണം നമ്മൾ? 2.50 അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 0.475 നമ്മൾ കുറയ്ക്കണം അല്ലേ. നമുക്ക് കുറച്ച് നോക്കാം. 2.50 അതിൽ നിന്ന് കുറയ്ക്കണം എന്ത്? പോയിന്റ് അടി വരണ്ടേ? പോയിന്റ് അടിയിൽ ഇട്ടു 0. ഇപ്പോൾ 0 ഇട്ടു അല്ലേ. ഇനി 475. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്തൊക്കെയാ 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 2 എണ്ണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 0 കൂടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ കുറയ്ക്കാനായിട്ട് ചിലപ്പോൾ തെറ്റും. ഓക്കെ. ഇനി കുറച്ച് നോക്കിയേ. ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ 0-ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ഇവിടെ നിന്ന് കടം വാങ്ങണം. ഇവിടെ കടം കൊടുക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് വേണം? ഇവിടെ നിന്ന് കടം വാങ്ങണം അല്ലേ. അപ്പോൾ ഇയാൾ കടം കൊടുത്തു. അപ്പോൾ ഇവിടെ 5 എത്രയായി മാറി? 5 4 മാറി അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായി? ഈ കടം കിട്ടിയപ്പോൾ ഇവിടെ എത്രയായി? 10 അല്ലേ. അപ്പോൾ ഇവിടെ 10 അല്ലേ. അപ്പോൾ 10-ൽ നിന്ന് 1 ഇയാൾക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ 9 അല്ലേ. അപ്പോൾ ഈ 1 ഇയാൾക്ക് കിട്ടിയപ്പോൾ എത്ര? ഇവിടെ 10 അപ്പോൾ ഇനി കുറച്ച് നോക്കിയാൽ 10-ൽ നിന്ന് 5 കുറച്ചാൽ 5 അല്ലെങ്കിൽ 5 10 ആവാൻ 5. 9-ൽ നിന്ന് 7 കുറച്ചാൽ 2. 4-ൽ നിന്ന് 4 കുറച്ചാൽ 0 അല്ലേ.
ഇനി 2ൽ നിന്ന് 0 കുറച്ചാൽ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2.025 അത്രയും ലിറ്റർ വെളിച്ചെണ്ണ അല്ലേ എന്തിനുണ്ട്? നമ്മുടെ ഈ ബോട്ടിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാപ്റ്ററിൽ അവസാനത്തെ ചോദ്യമാണ്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43 അല്ലേ? അതായത് 14.32ൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിക്കഴിഞ്ഞാലാണ് 16.43 കിട്ടുക? അപ്പോൾ നമുക്കറിയാം 10ൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിക്കഴിഞ്ഞാലാണ് 15 കിട്ടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? നമുക്ക് പെട്ടെന്ന് അറിയാം 10ൻ്റെ കൂടെ 5 കൂട്ടിയാലാണ് 15 കിട്ടുക അല്ലേ? അത് നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടിയത്? 15ൽ നിന്ന് 10നെ കുറച്ചു. 15ൽ നിന്ന് 10നെ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 ഉത്തരം കിട്ടി അല്ലേ? അപ്പോൾ അതേപോലത്തെ ചോദ്യമാണ് 14 ചോദ്യം എന്താണ്? 14.32 അല്ലേ? 32ൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലാണ് എന്ത് കിട്ടുക? 16.43 കിട്ടുക അല്ലേ? അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ 15ൽ നിന്ന് 10 കുറച്ചപ്പോഴാണ് നമുക്ക് 5 കിട്ടിയത് അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലേ? 16.43ൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. അതായത് 16.43ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 14.32 കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടി. നോക്കിയാൽ 3ൽ നിന്ന് 2 കുറച്ചാൽ 1, 4ൽ 3 കുറച്ചാൽ 1, 6ൽ നിന്ന് 4 കുറച്ചാൽ 2 അല്ലേ? ഇനി 1ൽ നിന്ന് കുറച്ചാൽ 0. അപ്പോൾ എത്ര ഉത്തരം കിട്ടി? 2.11. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? കമൻസിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.